എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ 2 നാരങ്ങ വെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒന്ന് മധുരം ചേർത്തതും ഒന്ന് ഉപ്പ് ചേർത്തതും. രണ്ടും ഈ വേനൽക്കാലത്ത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. ക്ഷീണം മാറാനും എനർജി കൂടാനും ഒക്കെ വളരെ നല്ലതായിരിക്കും. ആദ്യം നമുക്ക് കുലുക്കി സർബത്ത് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് 2 ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി 2ആക്കി മുറിച്ചത് ചേർക്കാം. അപ്പോൾ ഓരോ പകുതി വീതം ഈ 2 ഗ്ലാസ്സിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ ഗ്ലാസ്സിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തണുത്ത വെള്ളം വേണം. ഈ ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം തണുത്ത വെള്ളം കൂടെ ഒഴിക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ മുറിച്ച് അതിൻ്റെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. പകുതി വീതമാണ് 2 ഗ്ലാസ്സിനും എടുക്കുന്നത്. ഒരു നാരങ്ങ പിഴിയുന്നതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുരു വീഴും, അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഓരോ പകുതി വീതം 2 ഗ്ലാസ്സിലേക്കും ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഐസ് ക്യൂബ്സ് ഓരോ ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പച്ചമുളകാണ്. അധികം എരിവില്ലാത്തൊരു പച്ചമുളക്, നീളമുള്ളൊരു പച്ചമുളക്. അതിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം കീറി ഈ ഗ്ലാസ്സിലേക്ക് ഇടാം. 2 ഗ്ലാസ്സിലും ഓരോ പച്ചമുളക് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി കുലുക്കിയെടുക്കണം. പുറത്ത് പോവാതെ ടൈറ്റായിരിക്കണം നല്ലൊരു ഗ്ലാസ് വെച്ചിട്ട് ഇത് നന്നായി ഒരു 4-5 പ്രാവശ്യം നന്നായി ഒന്ന് കുലുക്കിയെടുക്കണം. അത് പതഞ്ഞ് വരണം ഗ്ലാസിൻ്റെ മീതെ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി കുലുക്കിയെടുക്കാം. ഒരു ഗ്ലാസ് വെച്ച് അടച്ച് നന്നായി കുലുക്കിയെടുക്കാം. ടേസ്റ്റിയായ കുറച്ച് ഡിഫറെൻ്റ് ആയ കുലുക്കി സർബത്ത് തയ്യാറായിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും ഈസിയായി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന കുലുക്കി സർബത്താണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത നാരങ്ങ വെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഒരു പുതിനയില കൂടെ ചേർക്കുന്നുണ്ട്. പുതിനയില ഗ്യാസ്ട്രൈറ്റിസിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പലർക്കും അത് തനിയെ കഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാറില്ല. ഇപ്പോൾ ഇതുപോലെ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി അതിൽ ചേർത്ത് കഴിക്കുമ്പോൾ ആ ഫ്ലേവർ അത്രയും അങ്ങോട്ട് അറിയില്ല. ഇഷ്ടപ്പെടുന്നവർ മാത്രം ചേർത്താൽ മതി, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് ഒരു ലേശം ഇഞ്ചി നീര് ചേർത്ത് കൊടുക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ 1/4 ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഇല പുതിനയില അതും കൂടെ ചേർക്കാം. പിന്നെ ഒരു ഐസ് ക്യൂബ്,
വെയിലത്തു നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് തണുത്ത വെള്ളം കുടിക്കുന്നത് നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ നോർമൽ വാട്ടറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് ജ്യൂസിന് എത്ര വെള്ളമാണോ ആവശ്യം അത്ര വെള്ളം. ഇപ്പോൾ ഞാൻ അര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരല്പം ഉപ്പ് ചേർക്കാം. നമുക്ക് എത്ര ഉപ്പാണോ ആവശ്യം അത്ര ഉപ്പ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പുറത്തൊക്കെ പോയി വരുമ്പോൾ വെയിൽ കൊണ്ട് നമുക്ക് ചൂടിനേക്കാൾ കൂടുതൽ ക്ഷീണമാണ് അനുഭവപ്പെടുക. അപ്പോൾ ഇതുപോലെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ ഉപ്പ് ചേർത്ത വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.